ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഫ്ലോറും ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ച് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഉടനെ തന്നെ ഇത് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരത്തുന്ന സമയത്ത് വേണ്ടി വന്നാൽ പൊടി ചേർക്കാവുന്നതാണ്. 1-2 ടേബിൾ സ്പൂൺ പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് പരത്തുന്ന സമയത്ത്. അങ്ങനെ പരത്തി വന്നിട്ട് അത് രണ്ടാക്കി കട്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നുകൂടെ നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടി കുറച്ച് പരത്തിയിട്ട് ഞാൻ കുക്കി കട്ടർ ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പ് കുക്കി കട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും കുക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ആ എക്സ്ട്രാ വരുന്ന പാർട്ട് പിന്നെയും നമുക്ക് ഒന്നുകൂടെ പരത്തി നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച പാർട്ടും എല്ലാം പരത്തി ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇനി ഒരു കടായി വെച്ച് ഗ്യാസ് ഓണാക്കി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിലും ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഡോ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുള്ള സ്പേസ് വേണം. അതുകൊണ്ട് അത് പൊങ്ങി വരാനായിട്ടുള്ള സ്പേസ് വേണം. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഓരോന്നും എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോൾ ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചൂടായി എന്നിട്ടത് വെന്ത് വരുന്ന സമയത്ത് അത് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ സ്പൂണിൽ ശകലം ആ ചൂട് ഓയിൽ കോരി അതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് പൊള്ളി വരുന്നതായിട്ട് കാണാം. നമ്മൾ ആ പൂരി ഉണ്ടാക്കുമ്പോഴുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം ഇടുന്നുള്ളൂ. ഇതിപ്പോൾ 3 എണ്ണം ഒരുമിച്ചിടുന്നു. അപ്പോൾ അതനുസരിച്ച് ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഇത്. എന്ത് ടൈപ്പ് കറി കൂട്ടിയാണെങ്കിലും സോസ് കൂട്ടിയാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഇത് രണ്ടും അല്ല എടുത്തിരിക്കുന്നത്, ഞാൻ ന്യൂട്രലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അത് ഡിപ്പായിട്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.